ഈ പിണറായി സർക്കാർ ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ജനങ്ങളെയാണോ അതോ കോടതിയെ തന്നെയാണോ? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഡിറ്റിംഗിൽ അതൃപ്തി അറിയിച്ച കോടതി അതോറിറ്റിയുടെ കണക്കുകൾ ശരിയല്ല എന്നും ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നത് എന്നും ചോദിക്കുകയായിരുന്നു. കേന്ദ്ര സഹായം തേടുമ്പോൾ കൃത്യമായ കണക്കുകൾ വേണമെന്നും കോടതി വിമർശിച്ചിട്ടുണ്ട്. ചൂരൽമല ദുരന്തത്തിൽ സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുന്നതിനിടെയായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഈ രൂക്ഷ വിമർശനം. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്നതിനിടെ എല്ലാ കണക്കുകൾക്കും വ്യക്തത വേണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി സംസ്ഥാന ദുരന്ത നിവാരണ സമിതി അക്കൗണ്ട് ഓഫീസറോട് ഇന്ന് നേരിട്ട് ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് SDRF അക്കൗണ്ട് ഓഫീസർ ഹാജരായപ്പോഴാണ് കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. SDRF എത്ര നീക്കിയിരിപ്പുണ്ട് എന്ന് ചോദിച്ചപ്പോൾ 667 കോടി രൂപയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. SDRF കൃത്യമായ ഓഡിറ്റിംഗ് നടത്തുന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ച കോടതി അവസാനം ഓഡിറ്റിംഗ് നടത്തിയ റിപ്പോർട്ട് കൈവശമുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. അത് സമർപ്പിക്കാമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നീക്കിയിരിപ്പിൽ എത്ര ചെലവാക്കിയെന്നും എങ്ങനെയാണ് ചെലവാക്കിയത് എന്നും വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് കേന്ദ്രത്തോട് ഇങ്ങനെ സഹായം ചോദിക്കേണ്ടി വരുന്നത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു. പരസ്പരം കുറ്റപ്പെടുത്തുന്നത് തുടരുന്നത് ദുരന്തത്തിൽപ്പെട്ടവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും കോടതി വിമർശിക്കുകയുണ്ടായി. ഓഡിറ്റിംഗിൽ വ്യക്തത വരുത്താൻ 2 ദിവസത്തെ സാവകാശം ചോദിച്ച സർക്കാരിനോട് അത് അനുവദിക്കാനാകില്ല എന്ന് ഹൈക്കോടതി മറുപടി നൽകുകയായിരുന്നു. നേരത്തെ തന്നെ ആവശ്യമായ സമയം നൽകിയിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞു. കേന്ദ്ര സർക്കാരിനോട് സഹായം തേടുമ്പോൾ കൃത്യമായ കണക്ക് വേണമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ കണക്കുകൾ കൊണ്ട് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടി അവസാനിപ്പിക്കണമെന്നും ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശവുമുണ്ട്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലെ തുക ചെലവഴിക്കാൻ സാങ്കേതിക തടസ്സമുണ്ടെന്ന് സംസ്ഥാനം വ്യക്തമാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ കോടതിയുടെ കർശന നിലപാട്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷമുള്ള PDNI റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറാൻ കേരളം വലിയ കാലതാമസം വരുത്തിയെന്ന് നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം നടന്ന് 3.5 മാസം കഴിഞ്ഞിട്ട് പോലും റിപ്പോർട്ട് നൽകിയിട്ടില്ലായിരുന്നു. ഒടുവിൽ നവംബർ 13-നാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 2219 കോടി 3 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള PDNA റിപ്പോർട്ട് കേരളം കൈമാറിയതെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു.